السلام عليكم ورحمة الله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും കരുണയും കരുതലും കാവലും വാത്സല്യവും കാരുണ്യവുമെല്ലാം നമ്മുടെ എല്ലാം ജീവിതത്തിൽ സദാ വർഷിക്കുമാറാകട്ടെ. കാരുണ്യക്കടലായ റബ്ബിന്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് അകവും പുറവും പരിശുദ്ധരായി തീർന്ന രീതിയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഭാഗ്യവാന്മാരിലും ഭാഗ്യവതികളിലും അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നശ്വരമായ ഈ ലോക ജീവിതത്തിന്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിന്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ടൊന്നു മാത്രം അവൻ ഏറെയേറെ ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയാനും കേൾക്കാനും ചർച്ച ചെയ്യാനും അവൻ ഇവിടെ കൂടിയിരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി. ജീവിതത്തിന്റെ അവസാനം വരെ ഇത്തരം സദസ്സുകളിൽ മടിയില്ലാതെ അലസതയില്ലാതെ ഒഴികഴിവുകൾ പറയാതെ കൂടിയിരിക്കുവാനും അവിടെ പറയപ്പെടുന്ന കാര്യങ്ങൾ കാതുകൾ കൊണ്ടും ഹൃദയം കൊണ്ടും ഒപ്പിയെടുക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. മീഡിയകളും മാധ്യമങ്ങളും വാർത്തകളും എല്ലാം ദിനേന അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന വർത്തമാനങ്ങളാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫലസ്തീനിൽ നിന്ന് വരുന്ന വാർത്തകൾ ഒട്ടും ശുഭകരമല്ല. മുസ്ലിം ഉമ്മത്ത് ലോകം മുഴുവൻ മനസ്സ് വേദനിച്ചുകൊണ്ടിരിക്കുക. ഈ അടുത്ത കാലത്ത് ഫലസ്തീനിൽ ഗസയിൽ സേവനം ചെയ്യുന്ന ഒരു ഡോക്ടർ അദ്ദേഹത്തിന്റെ അഭിമുഖത്തിൽ പറഞ്ഞത് ഓർക്കുന്നു. ഹോസ്പിറ്റലിലേക്ക്
കൊണ്ടുവരപ്പെടുന്ന പല ആളുകളുടെയും മുറിവുകളിൽ പുഴുക്കൾ കയറിയിട്ടുണ്ട്. വേണ്ടുന്ന ശുശ്രൂഷകൾ നൽകാനുള്ള മരുന്നിന്റെ അഭാവവും ഡോക്ടർമാരുടെ ദൗർലഭ്യവുമെല്ലാം അവരുടെ മുറിവുകളെയും പരിക്കുകളെയും കൂടുതൽ കൂടുതൽ ഭയാനകതയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുക. ആ ഡോക്ടർ തന്നെ പറഞ്ഞ മറ്റൊരു വേദനിപ്പിക്കുന്ന വസ്തുത, വെറും 4 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി 2 കൈയും 2 കാലും നഷ്ടപ്പെട്ടിട്ട് ജീവൻ ബാക്കിയായി രക്തം വാർന്ന് അവശയായി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരപ്പെട്ടു. ആ കുട്ടിയുടെ മുറിവിൽ ഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി, ആ കുട്ടിക്ക് വേണ്ട ശുശ്രൂഷകൾ നൽകുന്നതിന് വേണ്ടി നിർബന്ധമായും അനസ്തീഷ്യ കൊടുക്കേണ്ടതുണ്ട്. അത് കൊടുക്കാനുള്ള മരുന്നിന്റെ അഭാവവും ദൗർലഭ്യവും കാരണം മരുന്ന് കൊടുക്കാതെ ആഴത്തിലുള്ള മുറിവിലേക്ക് നേരിട്ട് ഡ്രസ്സ് ചെയ്യുമ്പോ ആ കുട്ടി വേദന കൊണ്ട് ബോധം കെട്ട് വീണ വസ്തുതയുമെല്ലാം ഡോക്ടർമാർ ഗസയിൽ നിന്ന് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. ആയിരങ്ങളും പതിനായിരങ്ങളും സ്ത്രീകളും കുട്ടികളുമെല്ലാം മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത് ഫലസ്തീനിലെ ഗസയിലെ വിഷയമാണ്. ലോകത്തെ പല ഭാഗങ്ങളിലും, മ്യാൻമാറിൽ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ വേദന അനുഭവിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി. അവിടെ നിന്ന് ചെറിയ ചെറിയ ബോട്ടുകളിലും തോണികളിലുമെല്ലാം അയൽ രാജ്യങ്ങളുടെ ദാക്ഷിണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് പുറപ്പെട്ട് അവസാനം കടലിന്റെ പരപ്പുകളിൽ എവിടെയോ പുഴുക്കളെ പോലെ ഒരാൾ പോലും മൈൻഡ് ചെയ്യാതെ, ഒരാൾ പോലും ഒരു രാജ്യം പോലും പ്രവേശനം നൽകാതെ പുഴുക്കളെ പോലെ മരിച്ചു വീഴുന്ന വാർത്തകൾ ഏതാനും മാസങ്ങൾക്കും വർഷങ്ങൾക്കും മുമ്പ് നമ്മൾ വായിച്ചതാണ്. ചൈനയുടെ കർക്കശമായ നിയന്ത്രണത്തിന്റെ അധികാരപരിധിക്ക് പുറത്തേക്ക് വരാത്ത ഉയ്ഗർ മുസ്ലിങ്ങളുടെ വാർത്തകൾ മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സിനെ ഞെട്ടിച്ചുകൊണ്ട് ഇടയ്ക്കിടെ പുറത്തു വരാറുണ്ട്. ലോകത്തിന്റെ ഏത് മേഖലയിലും മുസ്ലിം ഉമ്മത്ത് ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പ്രയാസപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അവരെ കാത്തിരിക്കുന്ന വിധി എന്താണ്, അവരെ കാത്തിരിക്കുന്ന പ്രയാസം എന്താണ് എന്ന് പടച്ചറബിന് മാത്രമാണ് അറിയുക. ഓരോ ദിവസവും സംഗതി വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ലോകത്ത് മുസ്ലിങ്ങൾ മുഴുവൻ അനുഭവിക്കുന്ന പീഡനങ്ങൾക്കും പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കുമെല്ലാമുള്ള ആത്യന്തികവും അടിസ്ഥാനപരവുമായ പരിഹാരം എന്താണ് എന്ന് ലോകത്തിലുള്ള മുസ്ലിം ബുദ്ധിജീവികൾ ആലോചിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. എന്താണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിലുള്ള പരിഹാരം? എങ്ങനെയാണ് മുസ്ലിം ഉമ്മത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തേക്ക് കടക്കുക? ഈ പ്രശ്നങ്ങളും ഈ പ്രതിസന്ധികളും ഈ ബുദ്ധിമുട്ടുകളും എല്ലാം അള്ളാഹുവിന്റെ ഖദർ പ്രകാരമുള്ളതാണ്, അള്ളാഹുവിന്റെ വിധി പ്രകാരമുള്ളതാണ്. ഈ പരീക്ഷണങ്ങളെല്ലാം മുസ്ലിം ഉമ്മത്തിന് തന്ന റബ്ബ് തന്നെ അതിന്റെ യഥാർത്ഥത്തിലുള്ള പരിഹാരവും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്നതാണ് സത്യം. എത്രയോ വേദികളിൽ, ഖുതുബകളിൽ, മിമ്പറുകളിൽ, ലേഖനങ്ങളിലെല്ലാം നമ്മൾ ആവർത്തിച്ചു വായിച്ച പരിശുദ്ധ ഖുർആനിലെ ആ വചനം ഇന്ന് ഉമ്മത്ത് അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും പരിപൂർണമായ പരിഹാരം നൽകാമെന്ന അള്ളാഹുവിന്റെ വഅദ സൂറത്തുൻ നൂറിന്റെ 55-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങളോട് സംസാരിക്കാൻ അള്ളാഹു പറയുന്നു, വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്ത്. അള്ളാഹു ഇതാ നിങ്ങൾക്ക് വാഗ്ദാനം നൽകുകയാണ്, അള്ളാഹു നിങ്ങൾക്ക് വാക്ക് തരികയാണ്. ആർക്കാണ് വാക്ക് നൽകുന്നത്? അള്ളാഹുവിന്റെ വാഗ്ദാനത്തിന്റെ പ്രത്യേകത എന്താണ്? ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്. അള്ളാഹു അവന്റെ വാഗ്ദാനം ഒരിക്കലും ലംഘിക്കുകയില്ല. തിരഞ്ഞെടുപ്പിന്റെ സമയമാകുമ്പോ സമൂഹത്തിന് ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് നൽകുന്നത് പോലെയുള്ള വാഗ്ദാനമല്ല റബ്ബിന്റേത്. പാലിക്കപ്പെടാതെ പോകുന്ന നാം നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ കൂട്ടുകാർക്കും കൊടുക്കുന്ന വാഗ്ദാനം പോലെയുള്ള അള്ളാഹുവിന്റെ വാഗ്ദാനം റബ്ബൊരു വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ അതവൻ പൂർത്തിയാക്കുക തന്നെ ചെയ്യുന്നതാണ്. ആർക്കാണ് അള്ളാഹു വാഗ്ദാനം നൽകുന്നത്? അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്ത്. നിങ്ങളിൽ ഈമാനുള്ളവർക്ക്, നിങ്ങളിൽ വിശ്വസിച്ചവർക്കാണ് അവൻ വാഗ്ദാനം നൽകുന്നത്. വഅമിലുസ് സാലിഹാത്ത്. സൽക്കർമ്മങ്ങളിൽ മുന്നേറുകയും ചെയ്യുന്നവർക്ക്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക്, അള്ളാഹുവിന്റെ പ്രീതി നേടിയെടുക്കുന്നതിന് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറുന്നവർക്കാണ് അള്ളാഹു വാഗ്ദാനം നൽകുന്നത്. എന്തൊക്കെയാണ് ആ വാഗ്ദാനങ്ങൾ? 3 വാഗ്ദാനങ്ങളാണ് പരിശുദ്ധ ഖുർആനിൽ ഈ ആയത്തിലൂടെ റബ്ബ് മുന്നോട്ട് വെക്കുന്നത്. ലയസ്തഖ്ലിഫന്ന
ലനസ്തഖ്ലിഫന്നഹും ഫിൽ അർദ് കമാ ഇസ്തഖ്ലഫ അല്ലദീന മിൻ ഖബ്ലിഹിം. ഒന്നാമത്തെ വാഗ്ദാനം, എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തെ മുസ്ലിങ്ങൾ മുഴുവൻ അവരുടെ സ്വകാര്യ പ്രാർത്ഥനകളിൽ പോലും കാത്തു സൂക്ഷിക്കുന്ന ഒരു ദുആയുണ്ട്. എന്താണത്? അല്ലാഹുവേ, ജൂതന്മാരുടെ അധികാരപരിധിയിലുള്ള മസ്ജിദുൽ അഖ്സായുടെ മോചനം എന്ന സ്വപ്നം നീ പൂർത്തീകരിച്ചു തരണേ റബ്ബേ. ഈ ജീവിതം അവസാനിക്കുന്നതിന്റെ മുന്നെയെങ്കിലും ആത്മാഭിമാനത്തോടെ ആ ഖുദ്സിന്റെ ഭൂമിയിൽ ഒരു സുജൂദ് ചെയ്യാനുള്ള ഭാഗ്യമെങ്കിലും റബ്ബേ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ എന്ന് ഈമാനുള്ള ഓരോ മുസ്ലിമും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാറുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് പല സ്ഥലങ്ങളിലും മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഭൂമികൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഫലസ്തീനിലെ വെസ്റ്റ് ബാങ്കിലായാലും ഗസയിലായാലും ജൂതന്മാർ അവരുടെ കുടിയേറ്റം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അവരുടെ മുസ്ലിങ്ങളുടെ സ്വതസിദ്ധമായ അവകാശങ്ങൾ മുഴുവനും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ വാഗ്ദാനം എന്താണ്? നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾക്ക് അവർക്ക് അവകാശപ്പെട്ട ഭൂമികൾ തിരിച്ചു കൊടുത്തതുപോലെ, അധികാരം അവർക്ക് തിരിച്ചു കൊടുത്തതുപോലെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ബൈത്തുൽ മുഖദ്ദസിന്റെ മസ്ജിദുൽ അഖ്സായുടെ ഖുദ്സിന്റെ ഭൂമിയുടെ ഒന്നാമത്തെ വിമോചനം ഉണ്ടാകുന്നത്. രണ്ടാമത്തെ മോചനം ഉണ്ടാകുന്നത് മഹാനായ സലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലഘട്ടത്തിലാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണ്? നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾക്ക് അവർക്ക് അവകാശപ്പെട്ട ഭൂമികൾ തിരിച്ചു കൊടുത്തതുപോലെ, അവർക്ക് അധികാരങ്ങൾ തിരിച്ചു കൊടുത്തതുപോലെ, ഈ ഭൂമിയിൽ അവർക്ക് അനന്തരാവകാശം നൽകിയതുപോലെ നിങ്ങൾക്കും അനന്തരം നൽകാം, നിങ്ങൾക്കും അധികാരം നൽകാം, നിങ്ങൾക്കും നിങ്ങളുടെ അവകാശപ്പെട്ട ഭൂമികൾ തിരിച്ചു നൽകാം. അല്ലാഹുവിന്റെ ഒന്നാമത്തെ വഅദയാണ്. രണ്ടാമത്തേത് എന്താണ്? വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദി ഇർതദാ ലഹും. നിങ്ങൾക്ക് അല്ലാഹു തൃപ്തിപ്പെട്ട് നൽകി ഈ മതമുണ്ടല്ലോ, ഈ ദീനുണ്ടല്ലോ, ഈ ദീനിന് പ്രാബല്യവും പ്രാധാന്യവും നൽകുകയും ചെയ്യാം. പിന്നാക്ക സമുദായം എന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങളെ മുന്നാക്കത്തിലേക്ക് കൊണ്ടുവരാം. ദൗർബല്യത്തിന്റെ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ പ്രാബല്യത്തിലേക്ക് കൊണ്ടുവരാം. ഏത് വിഷയത്തിലാകട്ടെ, അത് സാമ്പത്തിക വിഷയമാകട്ടെ, സാമൂഹ്യ വിഷയമാകട്ടെ, വിദ്യാഭ്യാസ രംഗത്താകട്ടെ, നിങ്ങളെ പ്രബലമായ ഒരു വിഭാഗമായി ഉയർത്താനും അല്ലാഹു തയ്യാറാണ്. അല്ലാഹു അത് ചെയ്യുക തന്നെ ചെയ്യും. രണ്ടാമത്തെ വാഗ്ദാനം അതാണ്. മൂന്നാമത്തെ വാഗ്ദാനം എന്താണ്? വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ. നിങ്ങൾക്ക് ഒരുപാട് ഭയപ്പാടുകളുണ്ട്, ഒരുപാട് പേടി നിങ്ങളെ ബാധിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഉറക്കമില്ല, സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മുസ്ലിമാണെന്ന് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേഷം കൊണ്ടോ ഷിആറുകൾ കൊണ്ടോ പ്രകടിപ്പിക്കാനുള്ള ധൈര്യം നിങ്ങളിൽ നിന്ന് ചോർന്നു പോയിരിക്കുകയാണ്. വീട് കൊള്ളയടിക്കപ്പെടുമോ? കുട്ടികളും ഭാര്യമാരും ഉപദ്രവിക്കപ്പെടുമോ? പെങ്ങന്മാര് ബലാത്സംഗം ചെയ്യപ്പെടുമോ? സ്ഥാപനങ്ങൾ തകർക്കപ്പെടുമോ? വോട്ടവകാശങ്ങൾ നിഷേധിക്കപ്പെടുമോ? എന്നിങ്ങനെയുള്ള ആയിരക്കണക്കിന് ആദികളുമായാണ് നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾ വല്ലാത്ത ഭയപ്പാടിലാണ്. ഭയത്തിന്റെ നിയലിത നിങ്ങൾ ചൂഴ്ന്നു നിൽക്കുകയാണ്. അല്ലാഹ് പറയുന്നത് എന്താണ്? വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ. ആ ഭയപ്പാട് മുഴുവനും മാറ്റിക്കൊണ്ട്, ആ ഭയവിഹുലതകൾ മുഴുവനും നീക്കി തന്നുകൊണ്ട് പകരം നിങ്ങൾക്ക് നിർഭയത്വം ഞാൻ നൽകാം, നിങ്ങൾക്ക് നിർഭയത്വം നൽകാം. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അല്ലാഹ് പറയുകയാണ്, ആ പരിഹാരത്തിലേക്കുള്ള ദൂരം എത്രയാണ്, ആ പരിഹാരത്തിലേക്കുള്ള വഴി എന്താണ്, ആ പരിഹാരത്തിനുള്ള ആയുധം എന്താണെന്ന് പടച്ചറബ് നമുക്ക് വിശദീകരിച്ചു തരികയാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കണേ. അല്ലാഹു പഠിപ്പിച്ചു തന്ന പരിഹാര മാർഗം എന്താണ്? യഅ്ബുദൂനനീ ലാ യുശ്രികൂന ബി ശൈആ. അവരെന്നെ ആരാധിക്കട്ടെ, എനിക്ക് ഇബാദത്ത് ചെയ്യട്ടെ. ഏതു വിധത്തിൽ? ലാ യുശ്രികൂന ബി ശൈആ. എന്നിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതെ, എന്നിൽ ശിർക്ക് ചെയ്യാതെ എന്നെ ഇബാദത്ത് ചെയ്യാൻ അവർ തുടങ്ങുകയാണെങ്കിൽ അധികാരം അവരെ തേടി വരുന്നതാണ്, പ്രാബല്യവും ശക്തിയും അവരെ തേടി വരുന്നതാണ്, നിർഭയത്വം അവരെ തേടി വരുന്നതാണെന്ന് പറയുന്നത് ആരാണെന്നറിയോ പ്രിയപ്പെട്ടവരെ? എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം നൽകുന്ന, എല്ലാ വിധികൾക്കും അധിപനായ രാജാതിരാജനായ അല്ലാഹുവിന്റെ വഅദയാണ്, അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. നിങ്ങൾ എന്നെ ശിർക്കില്ലാതെ ആരാധിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഭൗതികമായ ആത്മീയമായ സകല പ്രശ്നങ്ങൾക്കും നാം പരിഹാരം നൽകാം. എന്റെ പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരിലേക്ക് നോക്കുന്നതിന് മുന്നേ
നാം നമ്മുടെ ഉമ്മത്തിലേക്ക്, നമ്മുടെ സമുദായത്തിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കുക. എത്രയോ പരിപാടികൾ നടക്കുന്നു, എത്രയോ പ്രോഗ്രാമുകൾ നടക്കുന്നു. ഓരോ പ്രദേശങ്ങളിലും ഓരോ ബസ് സ്റ്റോപ്പിന് കണക്കായിക്കൊണ്ട് പള്ളികളും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. എത്രയോ പൊതുയോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എത്രയോ പ്രസിദ്ധീകരണങ്ങൾ ഈ ഉമ്മത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഉമ്മത്തിന്റെ ഈമാനിന്റെ അവസ്ഥ എന്താണ്? ഈ ഉമ്മത്തിന്റെ അഖീദയുടെ അവസ്ഥ എന്താണ്? ഈ ഉമ്മത്തിന്റെ തൗഹീദിന്റെ അവസ്ഥ എന്താണ്? വേദനയോടെ, സങ്കടത്തോടെ നാം ആലോചിക്കേണ്ട വലിയൊരു വസ്തുതയാണത്. ഈ ഉമ്മത്തിന്റെ വിശ്വാസത്തിന്റെ അവസ്ഥ എന്താണ്? കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും നഗരങ്ങളിലും മുഴങ്ങി കേൾക്കുന്ന കള്ളക്കറാമത്ത് കഥകൾ ഒരു യാദൃച്ഛികതയാതെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമല്ല. നമ്മൾ ജൂതന്മാരെ കുറ്റം പറയാറുണ്ട്, നമ്മൾ ജൂതന്മാരെ പഠിക്കാറുണ്ട്. എന്നാൽ ജൂതന്റെ ഏറ്റവും വലിയ ആയുധം എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? ജൂതൻ ഏറ്റവും കൂടുതൽ നശീകരണായുധമായി ഉപയോഗിക്കുന്നത് അവന്റെ മിസൈലോ അവന്റെ ആയുധങ്ങളോ അവന്റെ സൈന്യമോ ഒന്നുമല്ല, മറിച്ച് മുസ്ലിം ഉമ്മത്തിലുള്ള വിശ്വാസത്തെ കാർന്നു തിന്നാനുള്ള മാനസികമായ ആയുധമാണ് ജൂതന്റെ കയ്യിലുള്ള ഏറ്റവും ശക്തമായ ആയുധം. അതത് അവർ ഫലപ്രദമായി പ്രയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകത്തുള്ള ഷിയാക്കൾ ജൂതന്റെ ഏറ്റവും വലിയ ആയുധമാണ്. ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്ന പല സംഘടനകളും ജൂതന്മാരുടെ പാവകളായി, ജൂതന്മാരുടെ നിഴലുകളായി പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. ഈ ഉമ്മത്തിന്റെ വിശ്വാസത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി, ഈ ഉമ്മത്തിന്റെ അഖീദയെ നശിപ്പിക്കുന്നതിന് വേണ്ടി, അതിലൂടെ യഥാർത്ഥത്തിലുള്ള റബ്ബിന്റെ സഹായം നേടിയെടുക്കുന്നതിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി, തടയുന്നതിന് വേണ്ടിയാണ് അവരാ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ആലോചിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ, എന്താണ് മുഅ്ജിസത്ത്, എന്താണ് കറാമത്ത്? നമുക്കറിയാം, ഇത് രണ്ടും രണ്ട് വസ്തുതകളാണ്, രണ്ട് യാഥാർത്ഥ്യങ്ങളാണ്. സാധാരണ മുജാഹിദുകളെ കുറിച്ച് പറയാറുള്ളത് അവർ മുഅ്ജിസത്തിനെ നിഷേധിക്കുന്നവരാണ്, അവർ കറാമത്തിനെ നിഷേധിക്കുന്നവരാണ്. ഇത് പച്ചക്കള്ളമാണ്, ഇത് ആരോപണമാണ്. മുജാഹിദുകൾ മുഅ്ജിസത്തിനെ നിഷേധിക്കുന്നില്ല, മുജാഹിദുകൾ കറാമത്തിനെ നിഷേധിക്കുന്നില്ല. ഇത് രണ്ടും വസ്തുതകളാണ്. എന്നാൽ ഈ വസ്തുതകൾ റബ്ബ് സുബ്ഹാനഹു വ തആല ഉപയോഗിക്കുന്നത് എന്തിനാണ്? അവന്റെ അദമത്തിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ, അവന്റെ ഖുദ്റത്ത് ബോധ്യപ്പെടുത്താൻ, അതിലൂടെ അനന്ത അതുല്യമായ തൗഹീദിലേക്ക് മനുഷ്യ മനസ്സുകളെ എത്തിക്കുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ മുഅ്ജിസത്തും കറാമത്തും റബ്ബ് സുബ്ഹാനഹു വ തആല വെളിപ്പെടുത്തുന്നത്. ലോകത്ത് കടന്നു വന്ന അംബിയാ മുർസലുകൾക്കെല്ലാം അല്ലാഹു മുഅ്ജിസത്ത് നൽകിയത് എന്തിനു വേണ്ടിയാണ്? അവർ പറയുന്ന തൗഹീദിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്, അതിന് പിൻബലം നൽകുന്നതിന് വേണ്ടിയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അഫ്ദലു മാ ഖുൽതു അന വന്നബിയൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുൻപ് കടന്നു വന്ന സകല പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും നല്ല വചനം എന്താണെന്നറിയുമോ? ഏറ്റവും ഉന്നതമായ വചനം എന്താണെന്നറിയുമോ? അത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനമാണെന്ന് പരിശുദ്ധ പ്രവാചകൻ നമുക്ക് പറഞ്ഞു തരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. അള്ളാന്റെ റസൂലിന്റെ, അള്ളാഹുവിന്റെ അമ്പിയാക്കളിൽ പ്രകടമായ മുഅ്ജിസത്തുകളെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിനെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു, അതിനെ ഉന്നതങ്ങളിലാക്കുന്നതിന് വേണ്ടിയായിരുന്നു. എന്നാൽ ആ മുഅ്ജിസത്തുകളും കറാമത്തുകളും പ്രവാചകന്മാരുടെയും വലിയമാരുടെയും അഭീഷ്ടപ്രകാരം പ്രകടിപ്പിക്കാൻ സാധിക്കുന്നതാണോ? അവരുടെ ഇഷ്ടമുള്ള സമയത്ത്, ഇഷ്ടമുള്ള നേരത്ത്, ഇഷ്ടമുള്ള സ്ഥലത്ത് വെച്ച് പ്രകടിപ്പിക്കാൻ കഴിയുന്നതാണോ? ഒരിക്കലുമല്ല. ഇന്ന് പഠിപ്പിക്കപ്പെടുന്ന കറാമത്ത് കഥകളുടെ അവസ്ഥ എന്താണ്? കുട്ടിയില്ലാതെ ഒരാൾ ഈ വലിയനെ സമീപിച്ചു കഴിഞ്ഞാൽ വലിയതാ കുട്ടിയെ കൊടുക്കുകയാണ്. ക്യാൻസർ പിടിച്ചൊരു മനുഷ്യൻ വലിയനെ സമീപിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റായി ക്യാൻസർ സുഖപ്പെടുത്തി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ആൺകുട്ടിയെ ആഗ്രഹമുള്ള ഒരാൾ വലിയനെ സമീപിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടിയെ ആൺകുട്ടിയാക്കി മാറ്റുകയാണ്. ഇങ്ങനെ ചോദിക്കുമ്പോ തന്നെ അള്ളാഹുവിന്റെ അനുവാദത്തിന് പോലും കാത്തു നിൽക്കാതെ പ്രകടിപ്പിക്കാൻ കഴിയുന്ന കറാമത്തുകളെ കുറിച്ചാണ് കേരളക്കരയിലെ വലിയ കള്ളക്കറാമത്ത് കഥയുടെ ആളുകൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥ മുഅ്ജിസത്തിന്റെ അവസ്ഥ എന്താണ്? യഥാർത്ഥ മുഅ്ജിസത്ത്? അത് നമുക്ക് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി കൃത്യമായി പറഞ്ഞു തരുന്നു.
വരുന്നുണ്ട്. ഒരു പ്രവാചകനും തന്റെ ഇഷ്ടപ്രകാരം ഇഷ്ടമുള്ള സമയത്ത് മുഅ്ജിസത്ത് പ്രകടിപ്പിക്കാൻ കഴിയില്ല. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വലിയ മുഅ്ജിസത്തുകൾ അദ്ദേഹത്തിലൂടെ അല്ലാഹു പ്രകടമാക്കിയിട്ടുണ്ട്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സാഹിരി മുഴുവനുമായി മത്സരിക്കാൻ നിന്ന ആ സന്ദർഭമുണ്ടല്ലോ, ആ സന്ദർഭത്തിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കാണുന്നത് എന്താണ്? തന്റെ വടി താഴേക്കിട്ടാൽ പാമ്പായി മാറുന്നത് പോലെ. അതാ ഈ മാജിക്കുകാരുടെ, ഈ മാരണക്കാരുടെ, ഈ സാഹിര്യങ്ങളുടെ വടി ഇങ്ങ് താഴേക്ക് വീഴുമ്പോ, അവരുടെ കൈകളിലുള്ള കയറുകൾ താഴേക്ക് വീഴുമ്പോ അതതാ പാമ്പായി മാറുകയാണ്, അതതാ ഉരകവർഗങ്ങളായി മാറുകയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രതികരണം എന്താ? നിങ്ങൾ എന്ത് കാണിച്ചിട്ടും കാര്യമില്ല, എന്റെ കയ്യിലുള്ള ഈ വടി കൊണ്ട് നിങ്ങളെ ഞാൻ പരാജയപ്പെടുത്തുന്നതാണെന്ന് മൂസാ നബി പറഞ്ഞു. ഒരിക്കലുമില്ല. അദ്ദേഹത്തിന്റെ പ്രതികരണം പരിശുദ്ധ ഖുർആൻ പ്രസ്താവിക്കുന്നുണ്ട്. മൂസാ നബി ഭയപ്പെട്ടു പോകുകയാണ്, അദ്ദേഹം ആവലാതിപ്പെട്ടു പോകുകയാണ്. കാരണം താൻ കാണിക്കുന്നത് പോലെയുള്ള അത്ഭുതമാണ് ഇവരും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് സമാനമായ സംഭവങ്ങളാണ് ഇവരും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ എങ്ങനെയാണ് നേരിടേണ്ടതെന്ന് മൂസാ നബിക്കറിയില്ല. ഇതിനെ എങ്ങനെയാണ് തകർക്കേണ്ടത്, തോൽപ്പിക്കേണ്ടതെന്ന് മൂസാ നബിക്കറിയില്ല. കാരണം മുഅ്ജിസത്ത് പ്രകടിപ്പിക്കേണ്ടത് അല്ലാഹുവാണ്, മൂസാ നബിയല്ല. റബ്ബ് പറയുകയാണ്, ഖുൽനാ ലാ തഖഫ്, മൂസാ നീ ഭയപ്പെടേണ്ടതില്ല, നീ പേടിക്കേണ്ടതില്ല മൂസാ. ഇന്നക അൻതൽ അഅ്ലാ, നീ തന്നെയാണ് ഏറ്റവും ഉന്നതൻ, നീ തന്നെയാണ് ഏറ്റവും ഉന്നതൻ. വഅൽഖി മാ ഫീ യമീനിക തൽഖഫ് മാ സ്വനഉ ഇന്നമാ സ്വനഉ കൈദു സാഹിർ വലാ യുഫ്ലിഹു സാഹിറു ഹൈതു അതാ. അമാന്തിച്ചു നിൽക്കാതെ, ചിന്തിച്ചു നിൽക്കാതെ അങ്ങയുടെ കയ്യിലുള്ള വടിയൊന്ന് താഴേക്കിടുക. തൽഖഫ് മാ സ്വനഉ, അവര് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാരണമുണ്ടല്ലോ, ഈ മായാജാലമുണ്ടല്ലോ, ഈ ചെപ്പടി വിദ്യയുണ്ടല്ലോ, അതെല്ലാം നിന്റെ വടി വിഴുങ്ങിക്കളയുന്നതാണെന്ന് പടച്ചറബദ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ മാത്രമാണ് മൂസാ നബിക്ക് നടക്കാൻ പോകുന്ന, സംഭവിക്കാൻ പോകുന്ന ഒരു മുഅ്ജിസത്തിനെ കുറിച്ച് മനസ്സിലായത്, അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ടായത്. അത് മാത്രമല്ലല്ലോ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സമുദായവുമായി ചെങ്കടലിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. മുന്നോട്ട് എവിടേക്ക് പോകണമെന്നറിയില്ല, ദിക്കറിയാതെ നിൽക്കുന്ന സമയം അവരുടെ പുറപ്പാടിന്റെ വിവരമറിഞ്ഞുകൊണ്ട് ഫിർഔനും കൂട്ടാളികളും അവരെ പിന്തുടർന്നു കൊണ്ടുവരികയാണ്. അവരതാ മുഖാമുഖം കാണുന്നു. ഖാല അസ്ഹാബു മൂസാ ഇന്നാ ലമുദ്റകൂൻ. മൂസാ നബിയുടെ ആളുകൾ പറയുകയാണ്, ഇസ്രായേലുകൾ പറയുകയാണ്, ഇന്നാ ലമുദ്റകൂൻ, നമ്മളിതാ പിടിക്കപ്പെട്ടിരിക്കുന്നു, നമ്മൾ കുടുങ്ങിയിരിക്കുകയാണ്, ഇനിയൊരു രക്ഷയുമില്ല, ഇനിയൊരു മോചനവുമില്ല എന്ന് അവരതാ വേവലാതിപ്പെടുകയാണ്. മൂസാ നബിയുടെ മറുപടി എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ? നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ഭയപ്പെടണ്ട, എന്റെ കയ്യിലുള്ള ഈ വടി കൊണ്ട് ചെങ്കടലേക്ക് ഞാൻ അടിക്കാൻ പോകുകയാണ്. ആ ചെങ്കടലതാ അതിന്റെ നടുവിൽ നമുക്ക് വേണ്ടി ഒരു വഴി ഉണ്ടാക്കി തരാൻ പോകുകയാണെന്ന് പറഞ്ഞ് മൂസാ നബി അവരെ സമാശ്വസിപ്പിച്ചോ? ഇല്ല. എന്താണ് വഴിയെന്ന് മൂസാ നബിക്കറിയില്ല, സംഭവിക്കാൻ പോകുന്ന അത്ഭുതം എന്താണെന്ന് മൂസാ നബിക്കറിയില്ല. അദ്ദേഹത്തിന്റെ മറുപടി എന്തായിരുന്നു? ഖാല കല്ലാ ഇന്ന മഈ റബ്ബി സയഹ്ദീൻ. അദ്ദേഹം പറയുകയാണ്, കല്ലാ, നിങ്ങൾ പറയുന്നത് പോലെയല്ല, വിഷയങ്ങൾ ഇതുപോലെയല്ല. ഇന്ന മഈ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, എന്റെ കൂടെ എന്റെ രക്ഷിതാവുണ്ട്. സയഹ്ദീൻ, അവൻ എനിക്ക് വഴി കാണിച്ചു തരുന്നതാണ്, അവൻ എനിക്ക് മാർഗം കാണിച്ചു തരുന്നതാണ്. മാർഗം എന്താണെന്ന് മൂസാ നബിക്കറിയുമോ? ഇല്ല. എന്നാൽ പടച്ച റബ്ബ് വഴി കാണിച്ചു കൊടുക്കുമെന്ന ബോധ്യം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനുണ്ട്. അതാ അല്ലാഹുവിന്റെ കൽപ്പന വരികയാണ്, മൂസാ നിന്റെ കയ്യിലുള്ള വടി കൊണ്ട് ആർത്തലക്കുന്ന ചെങ്കടലിന്റെ തിരമാലയിലേക്ക് നീ ഒന്ന് അടിച്ചുകൊള്ളുക. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം മൂസാ നബി അതാ വടിയെടുത്തുകൊണ്ട് അടിക്കുകയാണ്. തിരമാലകൾ അതാ വലിയ പർവ്വതങ്ങൾ പോലെ രണ്ട് ഭാഗത്തേക്ക് മാറി നിൽക്കുന്നു. അതിന്റെ നടുവിലൂടെ, അതിന്റെ മധ്യത്തിലൂടെ സുന്ദരമായ വഴി പ്രത്യക്ഷപ്പെടുകയാണ്.
അവിടെ മുഅ്ജിസത്ത് വെളിവാകുകയാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ കൽപ്പനയില്ലാതെ, അള്ളാഹുവിന്റെ ഓർഡർ ഇല്ലാതെ 10,000 തവണ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ വടി കൊണ്ട് ചെങ്കടലിൽ ആവർത്തിച്ചടിച്ചാലും ചെങ്കടലിന്റെ തിരമാലകൾ വടിമാറിക്കൊടുക്കില്ല. ചെങ്കടലിന്റെ നടുവിൽ ഒരു വടിയും പ്രത്യക്ഷപ്പെടില്ല. ആ കടൽ പ്രവർത്തിച്ചത് അതിന്റെ രക്ഷിതാവിന്റെ കൽപ്പന കൊണ്ടാണ്. രാജാതിരാജനായ അള്ളാഹുവിന്റെ കൽപ്പന കാരണമാണ്. അവിടെയും അവസാനിച്ചില്ലല്ലോ പ്രിയപ്പെട്ടവരെ. അതാ സീനാ താഴ്വരയിൽ 40 കൊല്ലം മലഞ്ഞു തിരിയാൻ വിധിക്കപ്പെട്ട ജൂതന്മാർ, ഇസ്രായേലികൾ അതാ മൂസാ നബിയുടെ അടുത്തേക്ക് വീണ്ടും വരികയാണ്. അവരതാ പറയുന്നു, ഞങ്ങളുടെ ഭാര്യമാർക്കും കുട്ടികൾക്കും കുടിക്കാനുള്ള വെള്ളമില്ല, ഞങ്ങൾക്ക് ദാഹിക്കുന്നു, ഞങ്ങളിങ്ങനെ കാട്ടരുവികളിലും നീരുറവകളിലും പോയി വെള്ളം ശേഖരിച്ച് തളർന്നിരിക്കുന്നു, അതുകൊണ്ട് വറ്റാത്ത ഉറവകൾ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോ മൂസാ നബിയുടെ പ്രതികരണം എന്താണ്? എന്റെ കയ്യിൽ ഈ വടിയുള്ളപ്പോ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ഏതെങ്കിലും ഒരു പാറ എനിക്ക് കാണിച്ചു തരോ, ഞാൻ ഈ വടി കൊണ്ടടിച്ച് ആ പാറയിൽ നിന്ന് നിങ്ങൾക്ക് നീരുറവ് വരുത്തി തരാമെന്ന് മൂസാ നബി പറഞ്ഞോ? പ്രിയപ്പെട്ടവരെ, ഇല്ല. മറിച്ച് അദ്ദേഹം ചെയ്തത് എന്താണ്? അല്ലാഹുവിലേക്ക് കൈ ഉയർത്തുകയാണ്. എന്ത് ചെയ്യണം? ആ പ്രശ്നങ്ങളെല്ലാം അദ്ദേഹം സമർപ്പിക്കുന്നത് ലോകരക്ഷിതാവായ അള്ളാഹുവിലേക്കാണ്. പടച്ചറബിനോട് മൂസാ നബി ചോദിക്കുകയാണ്, അള്ളാഹുവേ, എന്റെ സമുദായത്തിന്, എന്റെ ഖൗമിന്, ഇസ്രായേലികൾക്ക് നീ വെള്ളം കൊടുക്കണേ അല്ലാ. അള്ളാഹുവിന്റെ കൽപ്പന വരികയാണ്, കേവലം ഒരു പാറ മാത്രമായിരുന്ന ഒരു വലിയ പാറയിലേക്ക് മൂസാ നബിയോട് തന്റെ വടി കൊണ്ടടിക്കാനുള്ള കൽപ്പിക്കുകയാണ്. അത് സംഭവിച്ചപ്പോ 12 ഗോത്രങ്ങൾക്കും കുടിക്കാനുള്ള വ്യത്യസ്തമായ 12 അരുവികൾ ആ പാറയിൽ നിന്ന് പൊട്ടിയൊഴുകുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ കൽപ്പനയില്ലാതെ 10,000 പാറകളിൽ 10,000 വട്ടം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ വടി കൊണ്ടടിച്ചാലും അതിൽ നിന്ന് ഒരിറ്റ് വെള്ളം പോലും പുറത്തേക്ക് വരില്ല, ഒരു നീരുറവയും അതിൽ നിന്നുണ്ടാവുകയില്ല. ആ പാറയിൽ നിന്ന് ജലം പൊട്ടിയൊഴുകിയിട്ടുണ്ടെങ്കിൽ ആ പാറയുടെ രക്ഷിതാവായ, ആകാശങ്ങളുടെ അധിപനായ, അർശിന്റെ ഉടമസ്ഥനായ പടച്ച റബ്ബിന്റെ കൽപ്പന കൊണ്ട് മാത്രമാണ്. ഇങ്ങനെ മാത്രമേ മുഅ്ജിസത്ത് പ്രകടമാകൂ. ഇത് മുഅ്ജിസത്തിന്റെ മാത്രം നിയമമല്ല, ഇത് കറാമത്തിന്റെയും നിയമമാണ്. ഇത് കറാമത്തിനും ബാധകമാണ്. കറാമത്ത് സത്യമല്ലേ? തീർച്ചയായും സത്യമാണ്, അത് യാഥാർത്ഥ്യമാണ്. എന്നാൽ തോന്നുന്ന സമയത്ത് കറാമത്ത് പ്രകടിപ്പിക്കാൻ തന്റെ മുന്നിൽ ആവശ്യങ്ങളുമായി വരുന്ന ആർക്കും അവരുടെ ഏതാവശ്യവും നിവർത്തിച്ചു കൊടുക്കാൻ കറാമത്ത് കൊണ്ട് ഔലിയാക്കൾക്ക് സാധിക്കുമോ? ഒരിക്കലുമില്ല, അത് അസംഭവ്യമാണ്. പ്രിയപ്പെട്ടവരെ, 2 സ്വഹാബികളതാ ഇരുട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുകയാണ്. ആ സ്വഹാബികളെ അതാ വിചിത്രമായ സ്രോതസ്സറിയാത്തൊരു പ്രകാശം അവരെ ഇങ്ങനെ പിന്തുടരുകയാണ്. അവരെങ്ങനെ നടന്നുപോയി അവസാനം 2 വടിയിലേക്ക് അവർ തിരിഞ്ഞപ്പോ ആ പ്രകാശവും 2ആയി പകുത്തുകൊണ്ട്, 2ആയി മുറിഞ്ഞുകൊണ്ട് ആ 2 സ്വഹാബികളുടെ കൂടെ യാത്ര ചെയ്യുകയാണ്. ഇതെന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. സംഭവിക്കുന്നത് എന്താണെന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവരതാ പിറ്റേന്ന് പ്രവാചകനോട് വന്നുകൊണ്ട് സംഗതി പറയുകയാണ്, നബിയേ, ഇന്നലെ രാത്രി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഇങ്ങനെ ഒരു അത്ഭുതമുണ്ടായി. എന്താണിത്? അവിടെ വെച്ച് അള്ളാന്റെ റസൂല് പറഞ്ഞു കൊടുത്തപ്പോ മാത്രമാണ് സംഭവിച്ചത്. അള്ളാഹു തന്നൊരു ബഹുമതിയാണ്, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള കറാമത്താണെന്ന് അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചത്. അവിടെയും തീർന്നില്ലല്ലോ പ്രിയപ്പെട്ടവരെ. ഒരു സ്വഹാബിയത വീട്ടിൽ നിന്ന് മധുരമായി ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഖുർആൻ അങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോ വീടിന്റെ പുറത്തുള്ള കുതിരയുടെ ആലയിൽ നിന്ന് വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കുകയാണ്, വല്ലാത്ത ഒച്ചപ്പാടുകൾ കേൾക്കുകയാണ്. സംഭവം എന്താണെന്ന് നോക്കുന്നതിന് വേണ്ടി ഈ സ്വഹാബിയത വീട്ടിൽ നിന്ന് പുറത്തേക്ക് ആലയിലേക്ക് ഇറങ്ങിക്കൊണ്ട് നോക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ കണ്ണിൽ അത്യത്ഭുതകരമായ ഒരു കാഴ്ച പെടുകയാണ്. എന്താണ് ആ കാഴ്ച? ആകാശലോകത്ത് നിന്ന് ഒരുപാട് വർണ്ണങ്ങളുള്ള വർണ്ണനിബിഡമായ ഒരു മേഘപാളിക ഭൂമിയിലേക്ക് ഇങ്ങനെ താഴ്ന്നു വരികയാണ്. സംഭവിക്കുന്നത് എന്താണെന്നറിയാതെ അദ്ദേഹം തന്റെ വീട്ടിലേക്ക് തിരിച്ചു കയറി. പിറ്റേ ദിവസം അല്ലാഹുവിന്റെ റസൂലിനോട് ഈ സ്വഹാബി പറയുകയാണ്, നബിയേ, എന്താണ് സംഭവിച്ചത്? ഇന്നലെ ഞാൻ ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ കണ്ടു, ഇന്നിന്ന സംഭവങ്ങൾ ഉണ്ടായി. എന്റെ പ്രിയപ്പെട്ടവരെ,
അള്ളാഹുവിന്റെ കറാമത്താണ്. പക്ഷെ അള്ളാന്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്നത് വരെ പ്രവാചകൻ പറയുകയാണ്, അങ്ങയുടെ ഖുർആൻ പാരായണത്തിന്റെ മാധുര്യത്താൽ വാനലോകത്ത് നിന്ന് ചില മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വന്നതാണ്. അങ്ങയുടെ ഖുർആൻ പാരായണം അങ്ങ് തുടർന്നിരുന്നെങ്കിൽ മദീന നിവാസികൾക്ക് മുഴുവൻ അള്ളാഹുവിന്റെ മലായിക്കത്തുകളെ, അള്ളാഹുവിന്റെ മലക്കുകളെ കാണാനുള്ള യോഗമുണ്ടാകുമായിരുന്നു എന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതും ഒരു കറാമത്താണ്. പക്ഷേ തന്നിൽ സംഭവിച്ചത് ഒരു കറാമത്താണെന്ന് ആ സ്വഹാബി പോലും തിരിച്ചറിയുന്നത് അള്ളാന്റെ റസൂല് പറഞ്ഞു കൊടുത്തതിന് ശേഷം മാത്രമാണ്. എന്റെ പ്രിയപ്പെട്ടവർ, രണ്ടാമത്തെ ഖലീഫ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ സാന്നിധ്യമുള്ളിടത്ത് പിശാച് നിൽക്കുകയില്ല എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അത് കറാമത്താണ്, അതൊരു ബഹുമതിയാണ്. അങ്ങനെ ഒരു ബഹുമതി തനിക്കുണ്ട് എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ പറയുന്നത് വരെ തിരിച്ചറിഞ്ഞിട്ടില്ല. എത്രയെത്ര ഉദാഹരണങ്ങളാണ് പ്രിയപ്പെട്ടവരെ. ഈ കറാമത്തുകളൊന്നും പച്ചത്തുണി വിരിച്ചുകൊണ്ട് കച്ചവടം ചെയ്യാൻ സ്വഹാബത്ത് ഉപയോഗിച്ചിട്ടില്ല, അള്ളാന്റെ റസൂൽ ഉപയോഗിച്ചിട്ടില്ല. സ്വഹാബത്ത് ഇതൊരു വരുമാന മാർഗമായി കണ്ടിട്ടില്ല. മറിച്ച് ഇതിന്റെ പേരിൽ ബഹുമാനിക്കപ്പെടുന്നതും ഇതിന്റെ പേരിൽ ആദരിക്കപ്പെടുന്നതും അള്ളാന്റെ റസൂലിന്റെ സ്വഹാബത്ത് ഭയപ്പെട്ടു, ആ സ്വഹാബത്തിന്റെ പിൻഗാമികൾ ഭയപ്പെട്ടു എന്നതാണ്. ഉവൈസുൽ ഖർനി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. അള്ളാന്റെ റസൂൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇസ്ലാം സ്വീകരിച്ചയാളാണ്. പക്ഷെ ഉമ്മയെ സേവിക്കേണ്ടത് കാരണം അള്ളാന്റെ റസൂലിന്റെ സവിധത്തിൽ വന്നുകൊണ്ട് ബൈഅത്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അള്ളാന്റെ റസൂലിൽ നിന്ന് നേരിട്ട് സുഹബത്ത് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ പ്രവാചകൻ അദ്ദേഹത്തിന് കൊടുത്ത ബഹുമതി എന്താണ്? തന്റെ സ്വഹാബത്തിന് മരണത്തിന് മുന്നേ റസൂല് പറഞ്ഞേൽപ്പിക്കുകയാണ്, ഉവൈസുൽ ഖർനിയെ നിങ്ങൾ കണ്ടാൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഇന്നിന്ന അടയാളങ്ങളുണ്ട്. ആ ഉവൈസുൽ ഖർനിയെ നിങ്ങൾ കണ്ടാൽ എന്റെ സലാം അദ്ദേഹത്തോട് പറയണേ, എന്റെ അഭിവാദ്യം അദ്ദേഹത്തോട് പറയണേ. മാത്രമല്ല, പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ, നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഉവൈസുൽ ഖർനിയോട് ആവശ്യപ്പെടണേ എന്ന് അള്ളാന്റെ റസൂല് തന്റെ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതാ ഉവൈസുൽ ഖർനിയെ തേടിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ഓരോ ഉംറ സംഘങ്ങളിലും ഓരോ യാത്രാ സംഘങ്ങളിലും പരതുകയാണ്. അവസാനം പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്ത ശാരീരിക അടയാളങ്ങൾ വെച്ച് ഉവൈസുൽ ഖർനിയെ ഉമർ റളിയല്ലാഹു അൻഹു കണ്ടെത്തുകയാണ്. അദ്ദേഹം അതാ ഉവൈസുൽ ഖർനിയോട് അള്ളാന്റെ റസൂലിന്റെ അഭിവാദ്യം അർപ്പിക്കുകയാണ്, അള്ളാന്റെ റസൂലിന്റെ സലാം പറയുകയാണ്. എന്നിട്ട് ഈ ഉമറിന് വേണ്ടി ദുആ ചെയ്യണേ, ഈ ഉമറിന് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് ഉവൈസുൽ ഖർനിയോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. പിന്നീട് അങ്ങോട്ട് മുസ്ലിങ്ങളുടെ പ്രവാഹമാണ്, വിശ്വാസികളുടെ പ്രവാഹമാണ്. ആളുകൾ ഇങ്ങനെ ഉവൈസുൽ ഖർനിയുടെ അടുത്തേക്ക് ഇങ്ങനെ വരികയാണ്. അവസാനം എന്തിനാണ് വരുന്നത്? ദുആ ചെയ്യാൻ പറയുന്നതിന് വേണ്ടിയാണ്. അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഉവൈസുൽ ഖർനി എങ്ങാനും അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഒരു കാര്യം പ്രാർത്ഥിച്ചാൽ, ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അള്ളാഹു അത് നടത്തി കൊടുക്കാതിരിക്കുകയില്ല എന്ന് റസൂലുള്ള പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസികളതാ ഉവൈസുൽ ഖർനിയുടെ അടുത്തേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ആ മനുഷ്യൻ ഭയപ്പെടുകയാണ്. ഒരാൾക്ക് 10 രൂപ എന്ന തോതിൽ, ഒരാൾക്ക് 1 ദിനാർ എന്നൊരു തോതിൽ, ഒരാൾക്ക് 2 ദിർഹം എന്ന തോതിൽ ഒരു കേന്ദ്രം ഉണ്ടാക്കിക്കൊണ്ട് ആ കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് പണം സമ്പാദിക്കാനല്ല മനുഷ്യൻ തുനിഞ്ഞത്. മറിച്ച് തനിക്ക് ജനങ്ങൾ അനാവശ്യമായ ബഹുമാനങ്ങൾ നൽകുമോ, തനിക്ക് ജനങ്ങൾ അനാവശ്യമായ ആദരവുകൾ നൽകുമോ, താനൊരു ഇത്തരത്തിലുള്ള ബിംബമായി മാറ്റപ്പെടുമോ, ആളുകളുടെ വിശ്വാസങ്ങൾ തകർന്നു പോകുന്നതിന് താനൊരു കാരണമായി പോകുമോ എന്ന് മഹാനായ ഉവൈസുൽ ഖർനി ഭയപ്പെടുകയാണ്. എന്നിട്ട് അദ്ദേഹം അതാ അവിടെ നിന്ന് നാട് വിടുകയാണ്. പിന്നീട് അദ്ദേഹം ജീവിച്ചത് അള്ളാന്റെ റസൂല് തനിക്ക് നൽകിയ ബഹുമതികളെ കുറിച്ചറിയാത്ത, തന്റെ പ്രത്യേകതകളെ കുറിച്ചറിയാത്ത അപരിചിതമായൊരു നാട്ടിൽ അജ്ഞാതനായിക്കൊണ്ടാണ് പിന്നീടുള്ള കാലം ആ മനുഷ്യൻ ജീവിച്ചത്. അള്ളാഹ് യഥാർത്ഥത്തിലുള്ള കറാമത്ത് കൊടുത്ത, അള്ളാഹു യഥാർത്ഥത്തിലുള്ള ബഹുമതി കൊടുത്ത യഥാർത്ഥ വലിയകളുടെ സ്വഭാവം ഇതാണ്. പ്രിയപ്പെട്ടവരെ, വലിയകളെ കുറിച്ച് പടച്ചറബ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതെന്താണ്? അലാ ഇന്ന ഔലിയാ അല്ലാഹ്, നിശ്ചയം അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അല്ലാഹുവിന്റെ വലിയകൾ, അവരുടെ പ്രത്യേകത എന്താണ്? ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ,
അവർക്കൊരു ഭയപ്പാടുമില്ല, അവർക്കൊരു ദുഃഖവുമില്ല. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അവരുടെ പ്രത്യേകത എന്താണ്? ഈമാനിന്റെയും തഖ്വയുടെയും വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്തവരാണ്. ഈമാനിന്റെയും തഖ്വയുടെയും വിഷയത്തിൽ ഒരു തരത്തിലുള്ള നേരം പോക്കിനും തയ്യാറാകാത്തവരാണ്. ഒന്നാമത്തെ ക്വാളിറ്റി ഈമാനാണ് പ്രിയപ്പെട്ടവരെ. ഈമാൻ ക്ലിയർ ആവണം, ഈമാൻ നന്നാവണം. അള്ളാഹുവിന്റെ ഔലിയാക്കൾ നിസ്കരിക്കാത്തവരല്ല. നിസ്കാരത്തിന്റെ സമയത്ത് നിസ്കരിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ പച്ചത്തറി വിളിക്കുന്നവരല്ല. റമദാൻ മാസം നോമ്പനുഷ്ഠിക്കേണ്ട സമയം കള്ള് കുടിക്കുന്നവരല്ല, ലഹരി ഉപയോഗിക്കുന്നവരല്ല, കുളിക്കാതെ നനക്കാതെ വൃത്തിയില്ലാതെ ദുർഗന്ധം വമിക്കുന്ന കോലത്തിൽ താടിയും മുടിയും ജടപിടിച്ചുകൊണ്ട് നടക്കുന്നവരല്ല അള്ളാഹുവിന്റെ ഔലിയാക്കൾ. ആ ഔലിയാക്കളുടെ പ്രത്യേകത എന്താണ്? അവരുടെ ഈമാനും തഖ്വയും പൂർണ്ണമാണ്. മാത്രമല്ല അവരുടെ നിലപാടിനെ കുറിച്ച് റബ്ബ് പറയുകയാണ്, ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. അവർക്കാകുന്നു ദുനിയാവിലും ആഖിറത്തിലും സന്തോഷമുള്ളത്. എന്താണ് കാരണം? അവരുടെ ഒരു നിലപാടാണ്. ആ നിലപാട് ഏതാണ്? ലാ തബ്ദീല ലികലിമാത്തില്ലാ. ആവർത്തിച്ച് ഹൃദയത്തിന്റെ ഉള്ളിൽ എഴുതി വെക്കണേ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ലാ തബ്ദീല ലികലിമാത്തില്ലാ. അല്ലാഹുവിന്റെ വിലായത്തിന്റെ പദവിയുടെ ഉന്നതങ്ങളിലേക്ക് അവരെ എത്തിച്ചത് ഈ നിലപാടാണ്. എന്താണത്? അള്ളാഹുവിന്റെ കലിമത്തുകൾക്ക് അവർ ബദൽ കൊണ്ടുവരികയില്ല, അള്ളാഹുവിന്റെ കലിമത്തുകൾക്ക് അവർ പകരം കൊണ്ടുവരികയില്ല. ഖലീലുള്ളയുടെ ചരിത്രം തൊട്ട് മഹാന്മാരായ സ്വഹാബിമാരുടെ ചരിത്രം വരെ നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക. അള്ളാഹുവിന്റെ കലിമത്തിന്റെ വിഷയത്തിൽ അവരെടുത്ത നിലപാട് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിഷയത്തിൽ അവരെടുത്ത നിലപാട് എന്താണ്? തൗഹീദിന്റെ വിഷയത്തിൽ അവരെടുത്ത നിലപാട് എന്താണ്? മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രഖ്യാപനം, ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ ഹനീഫ വമാ അന മിനൽ മുശ്രിക്കീൻ. ഞാൻ ഇതാ എന്റെ മുഖം എന്റെ റബ്ബിലേക്ക് തിരിച്ചിരിക്കുകയാണ്. ആകാശ ഭൂഗോളങ്ങളെ മുഴുവനും പടച്ച എന്റെ റബ്ബിലേക്ക് ഞാൻ എന്റെ മുഖം തിരിച്ചിരിക്കുകയാണ്. ഹനീഫൻ നിഷ്കളങ്കമായി കൊണ്ട്, മുസ്ലിമൻ കീഴ്പ്പെട്ടവനായിക്കൊണ്ട്, വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ഒരിക്കലും അവനിൽ പങ്കു ചേർക്കുന്നവനല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പൂർവ്വപിതാവായ നമ്മുടെ പൂർവ്വപിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രഖ്യാപനം ആവർത്തിക്കാനാണ് പടച്ചറബ് നമ്മോട് കൽപ്പിക്കുന്നത്. അല്ലാഹു പറയുകയാണ്, ഖുൽ പറയുക, ഖുൽ പറയുക, നിങ്ങൾ പറയുക, ലൈ യുസീബനാ, ഞങ്ങളെ ബാധിക്കുകയില്ല, ഒരു പ്രശ്നവും ഞങ്ങൾക്ക് വരികയില്ല. നന്മയാകട്ടെ തിന്മയാകട്ടെ, സന്തോഷമാകട്ടെ സങ്കടമാകട്ടെ, ലാഭമാകട്ടെ നഷ്ടമാകട്ടെ, ഒന്നും തന്നെ ഞങ്ങളെ ബാധിക്കുകയില്ല. ഇല്ലാ മാ കതബല്ലാഹു ലനാ, ഞങ്ങളുടെ റബ്ബ് ഞങ്ങൾക്ക് എഴുതിയതല്ലാതെ, ഞങ്ങളുടെ റബ്ബ് ഞങ്ങൾക്ക് വിധിച്ചതല്ലാതെ ഒന്നും തന്നെ ഞങ്ങളെ ബാധിക്കുകയില്ല. ഹുവ മൗലാനാ, അവനാണ് ഞങ്ങളുടെ രക്ഷാധികാരി, അവനാണ് ഞങ്ങളുടെ മിത്രം. ഹുവ മൗലാനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. അതുകൊണ്ട് വിശ്വാസികളായ ആളുകൾ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചുകൊള്ളട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അദ്ദേഹത്തിന്റെ സമുദായത്തിൽപ്പെട്ട ആളുകൾ അതാ കളിയാക്കുകയാണ്, അദ്ദേഹത്തെ ഭയപ്പെടുത്തുകയാണ്. എന്താണ് പറയുന്നത്? ഇന്നഖൂലു ഇല്ലാ അതറാക ബഅദു ആലിഹതിനാ ബിസൂ ഖാല ഇന്നി ഉശ്ഹിദുല്ലാഹ് വഅശ്ഹദു അന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ മിൻ ദൂനിഹി ഫകീദൂനി ജമീഅൻ ثم لا تنذرون إني توكلت على الله ربي وربكم ما من دابة إلا هو آخذ بناصيتها إن ربي على صراط مستقيم. ഹൂദ് നബിയോട് അവർ പറയുകയാണ്, ഞങ്ങളുടെ ഇലാഹുകളിൽപ്പെട്ട ചില ആളുകളുടെ പൊരുത്തക്കേട് നിനക്ക് തട്ടിയിട്ടുണ്ട്, അവരുടെ ചില ദോഷം നിന്നെ തട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ പ്രയാസങ്ങൾ വരുന്നത്, അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് വരുന്നത്. ഹൂദ് നബിയുടെ പ്രത്യേകത, അദ്ദേഹത്തെ
അദ്ദേഹത്തിന്റെ മറുപടി എന്താണ്? ഖാല ഇന്നി ഉഷ്ഹിദുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ സാക്ഷ്യം വഹിക്കുന്നു. ശ്രദ്ധിക്കണം മറുപടി. ലാ തബ്ദീല ലികലിമാത്തില്ല എന്ന വചനത്തിന്റെ പ്രയോഗവൽക്കരണമാണ്. അദ്ദേഹം പറയുകയാണ് ഖാല ഇന്നി ഉഷ്ഹിദുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ സാക്ഷ്യം വഹിക്കുകയാണ്. വഷ്ഹദൂ, നിങ്ങളും സാക്ഷ്യം വഹിച്ചുകൊള്ളുക. ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ മിൻ ദൂനി, അവനെയല്ലാതെ നിങ്ങൾ പങ്കുചേർക്കുന്ന സകല ദൈവങ്ങളെയും ഞാനിതാ വെടിഞ്ഞിരിക്കുന്നു, ഞാനിതാ ഉപേക്ഷിച്ചിരിക്കുന്നു. എനിക്കവരെ ഭയമില്ല, എനിക്കവരെ പേടിയില്ല, ഞാൻ അവരിൽ പ്രതീക്ഷ അർപ്പിക്കുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഫകീദൂനി ജമീഅ ثم لا تنذرون, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടി, നിങ്ങളും നിങ്ങളുടെ ഇലാഹുകളും കൂടി, നിങ്ങളും നിങ്ങളുടെ ദൈവങ്ങളും കൂടി എനിക്കെതിരെ വേണ്ടുന്നതെല്ലാം ചെയ്തു കൊള്ളുക, എല്ലാ കുതന്ത്രങ്ങളും പ്രയോഗിച്ചു കൊള്ളുക. പക്ഷെ നിങ്ങൾ മൈൻഡ് ചെയ്യപ്പെടില്ല, നിങ്ങൾ പരിഗണിക്കപ്പെടുകയില്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വറബ്ബിക്കും മാ മിൻ ദാബത്തിൻ ഇല്ലാ ഹുവ ആഖിദുൻ ബിനാസിയതിഹാ. വല്ലാത്തൊരു വചനമാണ്. നിങ്ങളുടെയും എന്റെയും രക്ഷിതാവായ അല്ലാഹുവിൽ ഞാനിതാ പരമേൽപ്പിച്ചിരിക്കുകയാണ്. ഈ ദുനിയാവിൽ എന്തൊക്കെ ജീവജാലങ്ങളുണ്ടോ ആ ജീവജാലങ്ങളുടെ എല്ലാം നാസിയത്ത്, അതിന്റെ കുടുമ എന്റെ റബ്ബിന്റെ കയ്യിലാണ്, അതിന്റെ നിയന്ത്രണം എന്റെ റബ്ബിന്റെ കയ്യിലാണ്, അതിന്റെ അധികാരം എന്റെ റബ്ബിന്റെ കയ്യിലാണ്. ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം, നിശ്ചയം എന്റെ രക്ഷിതാവിലേക്ക് എത്താനുള്ള വഴി ചൊവ്വായ മാർഗം മാത്രമാണ്, ചൊവ്വായ പാതയിലാണ് എന്റെ രക്ഷിതാവെന്ന് ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രഖ്യാപിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ലാ തബ്ദീല ലികലിമാത്തില്ലാഹ്, അല്ലാഹുവിന്റെ കലിമത്തിന് ബദൽ കൊണ്ടുവരില്ല അവരെന്ന് ആ വചനത്തിന്റെ പ്രയോഗവൽക്കരണമാണത്. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിനെ പഠിച്ചു നോക്കുകയാണെങ്കിൽ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു എന്തൊക്കെ ത്യാഗങ്ങളാണ് സഹിച്ചത്, എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് സഹിച്ചത്. ശാരീരികമായ അവശതകൾ മാത്രമല്ല, ശാരീരികമായ പീഡനങ്ങൾ മാത്രമല്ല, ബിലാലിന്റെ കഴുത്തിലേക്ക് ചങ്ങലയണിഞ്ഞുകൊണ്ട് ഇന്നനായ ഒരു മൃഗത്തെ പോലെ മക്കയുടെ തെരുവീതിയിലൂടെ അദ്ദേഹത്തെ നടത്തിയില്ലേ. ആ സമയത്തും ബിലാലിന്റെ പുറത്തേക്ക് ചാട്ടവാറ് കൊണ്ട് ആവർത്തിച്ചടിച്ചില്ലേ. മരുഭൂമിയിൽ മലർത്തിക്കിടത്തിയപ്പോ പലപ്പോഴും ബിലാലിന്റെ തൊണ്ട വരുന്നുകൊണ്ട് ദാഹിച്ചുകൊണ്ട് ഒരു തുള്ളി വെള്ളം തന്നെ ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് ബിലാൽ കരഞ്ഞപ്പോ അബൂജഹലിനെ പോലെയുള്ള ധിക്കാരികളായ അഹങ്കാരികളായ ആളുകൾ ആ ബിലാലിന്റെ തൊണ്ടയിലേക്ക് കാർക്കിച്ച് തുപ്പിക്കൊടുത്തില്ലേ. നീചനായ ഒരു മനുഷ്യന്റെ ഉമിനീര് ആ മനുഷ്യന്റെ കഫം പോലും തന്റെ വായിലേക്ക് പ്രവേശിച്ചപ്പോ അതുപോലും പുറത്തേക്ക് തുപ്പാൻ കഴിയാത്ത രൂപത്തിൽ കഠിനമായ ദാഹം ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ബാധിച്ചിട്ടുണ്ടായിരുന്നില്ലേ. എന്നിട്ടും അദ്ദേഹം പറഞ്ഞതെന്താണ്? അഹദുൻ അഹദ്, അഹദുൻ അഹദ്. കാരണം ബിലാൽ വലിയായിരുന്നു, അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു വലിയായിരുന്നു ബിലാൽ. അതുകൊണ്ട് തന്നെ ലാ തബ്ദീല ലികലിമാത്തില്ലാഹ്, അല്ലാഹുവിന്റെ കലിമത്തിന് അദ്ദേഹം ബദൽ കൊണ്ടുവന്നില്ല. ചാട്ടവാറടി കൊണ്ടപ്പോഴും ഭാരമുള്ള കല്ലുകൾ നെഞ്ചത്ത് കയറ്റി വെച്ചപ്പോഴും അതുപോലെ തന്നെ ക്രൂരമായ പീഡനങ്ങൾ, ശരീരത്തിലെ വ്രണങ്ങൾക്ക് മുകളിൽ മരുഭൂമിയിലെ മണൽത്തരികൾ പറ്റിപ്പിടിച്ച് വേദനിക്കുമ്പോഴുമല്ല അല്ലാഹുവിന്റെ കലിമത്തിന് ബദൽ കൊണ്ടുവരാൻ ബിലാൽ റളിയല്ലാഹു അൻഹു തയ്യാറായില്ല. മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം എന്താണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ആരെങ്കിലും നടന്നു വരുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ഇരിപ്പിടം വിട്ടുകൊണ്ട് വരുന്ന ആഗതന് ഇരിപ്പിടം മാറിക്കൊടുക്കുമെങ്കിൽ അത് ഈ പറയുന്ന ഖബ്ബാബിന് മാത്രമായിരുന്നു, ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന് മാത്രമായിരുന്നു. അതിന്റെ കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ കുപ്പായം ഒന്ന് പൊക്കി നോക്കിയാൽ അദ്ദേഹത്തിന്റെ പുറംഭാഗം മുഴുവൻ പൊള്ളിച്ച അടയാളമാണ്, തീപ്പൊള്ളലേറ്റ അടയാളമാണ്. അദ്ദേഹം ഒരു അടിമയായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് മോചിപ്പിക്കുന്നതിന്റെ മുന്നേ ഒരു പെണ്ണിന്റെ അടിമയായിരുന്നു. അദ്ദേഹം ഒരു കൊല്ലപ്പണിക്കാരനായിരുന്നു. തന്റെ ആലയിൽ വെച്ച് ഇരുമ്പിന്റെ ദണ്ഡുകൾ
ദണ്ഡുകൾ ചുട്ടുപഴുപ്പിച്ച് ആയുധങ്ങൾ ഉണ്ടാക്കുന്ന പണിയിൽ ഏർപ്പെടുമ്പോ തന്റെ യജമാനത്തി വരികയാണ്. എന്നിട്ട് പഴുപ്പിച്ചു വെച്ച ഇരുമ്പിന്റെ ദണ്ഡെടുത്തുകൊണ്ട് ഖബ്ബാബിന്റെ പുറത്തേക്ക് വെക്കുകയാണ്. അദ്ദേഹത്തിന്റെ മാംസം കരിഞ്ഞു പോകുകയാണ്, അദ്ദേഹത്തിന്റെ തൊലി കരിഞ്ഞു പോകുകയാണ്. എന്നിട്ട് ആ ചുട്ടുപഴുത്ത ഇരുമ്പിന്റെ ദണ്ഡിലതാ ആ പാവപ്പെട്ട മനുഷ്യന്റെ മാംസവും ചോരയും പറ്റുകയാണ്. ഇതിങ്ങനെ എല്ലാ ദിവസവും ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. വേദനിക്കുന്ന മുറിവിൽ പോലും പുണ്ണിൽ പോലും വീണ്ടും വീണ്ടും പൊള്ളിക്കുന്ന അവസ്ഥയുണ്ടായി. ഒരു ചാണ് പോലും സ്ഥലം ബാക്കിയില്ലാതെ, ഒരടി പോലും സ്ഥലം ബാക്കിയില്ലാതെ ഖബ്ബാബിന്റെ പുറം മുഴുവൻ പൊള്ളിച്ച അടയാളമായിരുന്നു. ആ സമയത്തും ഖബ്ബാബിന് പറയാനുള്ളത് എന്താണ്? ഒരു വട്ടമൊന്ന് ലാത്തയെ വിളിച്ചാൽ, ഒരു വട്ടമൊന്ന് മനാത്തയെ വിളിച്ചാൽ, ഒരു വട്ടമൊന്ന് ഉസ്സയെ വിളിച്ചാൽ തീരുന്നതാണ് ഈ പൊള്ളിക്കൽ, തീരുന്നതാണ് ഈ ചാട്ടവാറടി, തീരുന്നതാണ് ഈ പാറക്കല്ല് നെഞ്ചത്ത് കയറ്റി വെച്ചുള്ള ഈ ഉപദ്രവമെല്ലാം തീരുന്നതാണ്. പക്ഷേ ആ ഖബ്ബാബ് ആ സമയത്തും പറഞ്ഞത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ തബ്ദീല ലികലിമാത്തില്ലാഹ്. അല്ലാഹുവിന്റെ കലിമത്തിന് ബദൽ കൊണ്ടുവരാൻ ഖബ്ബാബ് തയ്യാറായില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വന്തം ഉമ്മയുടെ ഗുഹ്യ സ്ഥാനത്ത് കുന്തമെടുത്ത് കുത്തിയിട്ട് ചോരവാർന്നുകൊണ്ട് സ്വന്തം മാതാവ് മരിക്കുമ്പോ ആ ഭീകരമായ കാഴ്ച കണ്ടിട്ടും യാസിറും അദ്ദേഹത്തിന്റെ മകൻ അമ്മാറും യാസിറും തങ്ങളുടെ ആ കലിമത്തിന് ബദൽ കൊണ്ടുവരാൻ, അള്ളാഹുവിന്റെ കലിമത്തിന് ബദൽ കൊണ്ടുവരാൻ തയ്യാറായില്ല. ഇതാണ് അള്ളാഹുവിന്റെ വലിയകൾ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ. അവരുടെ പ്രത്യേകത എന്താണ്? ലാ തബ്ദീല ലികലിമാത്തില്ലാഹ്, ലാ തബ്ദീല ലികലിമാത്തില്ലാഹ്. അള്ളാഹുവിന്റെ കലിമത്തിന് ഒരു തരത്തിലുമുള്ള ബദൽ കൊണ്ടുവരാൻ അവർ തയ്യാറല്ല. അവർക്ക് അള്ളാഹു സമ്മാനമായി കൊടുക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ ഈ പറയുന്ന കറാമത്തുകൾ. അങ്ങനെ ഒരു കറാമത്ത് ഉണ്ടായി കഴിഞ്ഞാൽ അവരിങ്ങനെ നാട് നീളെ പാടി നടന്ന് വരുന്ന ആളുകൾക്കൊക്കെ രോഗശുശ്രൂഷ നൽകി അങ്ങനെ കഴിഞ്ഞുകൂടുന്നവരല്ല. പണ്ഡിതന്മാർ പറഞ്ഞത് എന്താണ്? ആർത്തവരക്തം ഒരു സ്ത്രീ എത്ര ഗോപ്യമായി സൂക്ഷിക്കുമോ അത്രത്തോളം കറാമത്ത് നൽകപ്പെട്ട ആളുകൾ, യഥാർത്ഥ വലിയകൾ, അവരുടെ കറാമത്ത് ഗോപ്യമായി രഹസ്യമായി സൂക്ഷിക്കുമെന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് വിഷയങ്ങളിലാണ് മുസ്ലിം ഉമ്മത്തിന്റെ അഖീദയെ ഇവർ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്നത്, മുഅ്ജിസത്തിന്റെയും കറാമത്തിന്റെയും വിഷയത്തിൽ. അതുകൊണ്ട് എന്താണ് മുഅ്ജിസത്ത്, എന്താണ് കറാമത്ത്, എന്താണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്നാണ് കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. മുഅ്ജിസത്ത് എന്തായാലും ഈ കാലഘട്ടത്തിലില്ല. പ്രവാചകന്മാരുടെ പരമ്പര അവസാനിച്ചിരിക്കുന്നു. പിന്നെ കറാമത്തിനാകെയുള്ള, ചൂഷണത്തിനാകെയുള്ള ഉപാധി എന്ന് പറയുന്നത് കറാമത്താണ്. ആ കറാമത്ത് ആർക്കുള്ളതാണ്? അള്ളാഹുവിന്റെ വലിയകൾക്കുള്ളതാണ്, ഔലിയാക്കൾക്കുള്ളതാണ്. ആ ഔലിയാക്കൾ ആരാണ്? നേരായ നിലപാട് വിശ്വാസത്തിന്റെ വിഷയത്തിൽ എടുക്കുന്നവരാണ്. അവരെ കുറിച്ചാണ് ലാ തബ്ദീല ലികലിമാത്തില്ലാഹ്, അള്ളാഹുവിന്റെ കലിമത്തിൽ യാതൊരു ബദലും കൊണ്ടുവരികയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പറഞ്ഞു തന്നത്. അതുകൊണ്ട് വിശ്വാസം ക്ലിയർ ആക്കുക പ്രിയപ്പെട്ടവരെ. വിശ്വാസത്തിൽ ഒരു തരത്തിലും ദുൽമ കലർത്താതിരിക്കുക. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും, എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരമുണ്ടാകും. അതോടൊപ്പം നാം അഭിമുഖീകരിക്കാനിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്, ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ നരകശിക്ഷ തന്നെയാണ്, അള്ളാഹുവിന്റെ അദാബ് തന്നെയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നു, ആ അദാബിൽ നിന്ന്, ആ ശിക്ഷയിൽ നിന്ന് നമ്മയും നമ്മുടെ കുടുംബത്തെയും രക്ഷിക്കാൻ അല്ലാഹു ഖുർആനിൽ സൂറത്തു തഹ്രീമിന്റെ 6-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സംസാരിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകാഗ്നിയിൽ നിന്ന് കാത്തു സംരക്ഷിക്കുക. ആ നരകാഗ്നിയുടെ പ്രത്യേകത എന്താണ്? വഖൂദുഹൻ നാസു വൽ ഹിജാറ, അവിടെ ഇന്ധനമാക്കി കത്തിക്കപ്പെടുന്നത് മനുഷ്യരും കല്ലുകളുമാണ്. എന്നിട്ട് ബാക്കിയുള്ള അദാബിനെ കുറിച്ച് പറയുകയാണ്, അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ, ആ നരകത്തിന് ശക്തരായ കാവൽക്കാരുണ്ട്. അവര് ശക്തര് മാത്രമല്ല, പരുക്കന്മാര് കൂടിയാണ്. അവർക്ക് ചിരിക്കാൻ അറിയില്ല, അവർക്ക് സ്നേഹിക്കാൻ അറിയില്ല, അവർക്ക് കരുണ എന്താണെന്നറിയില്ല. ലാ യഅ്സൂനല്ലാഹ മാ അമറഹും, അല്ലാഹു എന്ത് കൽപ്പന പറഞ്ഞാലും അതവർ നടപ്പാക്കുന്നതാണ്, അവർ ലംഘിക്കുകയില്ല. വയഫഅലൂന മാ യുഅ്മറൂൻ, കൽപ്പിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്നവരാണവർ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മലക്കുകളെ കുറിച്ച് അല്ലാഹു വിശദീകരിച്ചു തന്നത് എന്തിനാണെന്നറിയുമോ? അവരെ കാണുന്നത് തന്നെ
അദാബാണ്. അവരെ കാണുന്നത് തന്നെ ശിക്ഷയാണ്. അവരെ കാണുന്ന രംഗം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു വിവരിക്കുന്നുണ്ട്. വലില്ലദീന കഫറൂ ബിറബ്ബിഹിം അദാബു ജഹന്നം വബിഅസൽ മസീർ. അല്ലാഹുവിനെ ധിക്കരിച്ച ആളുകൾ അവർക്ക് വേണ്ടി നരകം റബ്ബ് ഒരുക്കി വച്ചിരിക്കുകയാണ്. ഇദാ ഉൽഖൂ ഫീഹാ സമിഉ ലഹാ ഷഹീഖാ വഹിയ തഫൂർ. ഓരോ കൂട്ടവും അതിലേക്ക് എറിയപ്പെടുമ്പോ ആ നരകത്തിന്റെ അകത്ത് നിന്ന് ഭയാനകമായ അലർച്ച കേൾക്കുകയാണ്. ആ നരകമതാ തിളച്ചുമറിയുകയാണ്. തകാദു തമയ്യസു മിനൽ ഗൈദ്. കോപം കൊണ്ട് ആ നരകമതാ പൊട്ടിത്തെറിക്കുമാർ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുല്ലമാ ഉൽഖൂ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ. ഓരോ കൂട്ടത്തെയും ആ നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോ ആ നരകത്തിന്റെ കാവൽ മാലാഖമാര് ചോദിക്കുകയാണ്, അലം യഅതികും നദീർ, അലം യഅതികും നദീർ. നിങ്ങൾക്ക് മുന്നറിയിപ്പുകാര് വന്നിട്ടില്ലേ? നിങ്ങൾ ഈ നരകത്തെക്കുറിച്ച് കേട്ടിട്ടില്ലേ? ഇതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ എന്ന് ആ നരകത്തിനെ കാക്കുന്ന മലക്കുകൾ, അതിന്റെ ഖസാനത്തുകൾ ചോദിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ നരകത്തിലെ ഓരോ അദാബും ഭയാനകമാണ്. ആ നരകത്തിന്റെ ഉള്ളിലും ശിക്ഷ നടപ്പാക്കാൻ കൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്. പുറത്ത് മാത്രമല്ല, കാവൽക്കാരായ മലക്കുകൾ മാത്രമല്ല, ആ നരകത്തിന്റെ ഉള്ളിലും അള്ളാഹുവിന്റെ അദാബ് നടപ്പാക്കാൻ കൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്. അവരാണ് ഈ പറയുന്ന നരകവാസികൾക്ക് സഖൂം എന്ന വൃക്ഷത്തിന്റെ കായ്ക്കനി നൽകുക. ആർത്തിയോടുകൂടി യുഗങ്ങളായി ഭക്ഷണം കഴിച്ചിട്ടില്ലാത്ത നരകവാസികളതാ സഖൂമിന്റെ പിശാചിന്റെ തല പോലെയുള്ള വൃക്ഷത്തിന്റെ കനികൾ ഭക്ഷിക്കുകയാണ്. എന്നിട്ട് ഫമാലിഊന മിൻഹൽ ബുതൂൻ, ഫമാലിഊന മിൻഹൽ ബുതൂൻ. അവരുടെ വയറിന്റെ അകങ്ങളിൽ നിന്ന് ആ കായ്ക്കനിയതാ ഇങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവരിങ്ങനെ അരുവിക്ക് പരതുകയാണ്, വെള്ളത്തിന് പരതുകയാണ്. ആ സമയമതാ നരകത്തിന്റെ താഴ്ഭാഗത്തുകൂടി ഒഴുകുന്ന തിളച്ചു പറയുന്ന ഒരു അരുവിയതാ അവര് കാണുകയാണ്. ഫശാരിബൂന അലൈഹി മിനൽ ഹമീം ഫശാരിബൂന ശുർബൽ ഹീം ഹാദാ നുസുലുഹും യൗമദ്ദീൻ. അല്ലാഹുവിന്റെ വല്ലാതെ പേടിപ്പിക്കുന്ന വചനമാണ് പ്രിയപ്പെട്ടവരെ. ആ തിളച്ചുമറിയുന്ന അരുവിയിൽ നിന്ന് ഒരു മടിയും കൂടാതെ അവരതാ കയ്യിൽ കോരിക്കൊണ്ട് കുടിക്കുകയാണ്. ഏതുപോലെ ദാഹരോഗം പിടിപെട്ട ഒട്ടകം കുടിക്കുന്നത് പോലെ ആ മനുഷ്യരതാ നരകത്തിന്റെ അഗ്നിയിൽ നിന്നങ്ങനെ നരകത്തിന്റെ തിളച്ചുമറിയുന്ന അരുവിയിൽ നിന്ന് അങ്ങനെ കുടിക്കുകയാണ്. സംഭവിക്കുന്നത് എന്താണ്? അസഹനീയമായ വേദനയോടെ അവരുടെ അണ്ണാക്കിലൂടെയും അവരുടെ തൊണ്ടയിലൂടെയും അവരുടെ വയറിലൂടെയും അതിശക്തമായ ചൂട് കാരണം ആ വെള്ളം ഇങ്ങനെ പൊട്ടിപ്പുറത്തേക്ക് വരികയാണ്. വേദന സഹിച്ചുകൊണ്ടവർ ആർത്തട്ടഹസിക്കുകയാണ്, കരയുകയാണ്. മരിക്കാൻ അവർക്ക് സാധ്യമല്ല, മരണം അവർക്കില്ല. അങ്ങനെ പ്രിയപ്പെട്ടവരെ, അവരാ അരുവിയിൽ നിന്ന് വീണ്ടും കുടിക്കാതിരിക്കുമ്പോ ആ തിളച്ചുമറിയുന്ന അരുവിയിൽ നിന്നതാ അവരുടെ തലയിലേക്ക് ഒഴിക്കപ്പെടുകയാണ്. അവരുടെ തലയോടതാ ഉരുകിയൊലിക്കുകയാണ്. എന്തൊരു അദാബാണ്, എന്തൊരു ശിക്ഷയാണ്. ഈ ശിക്ഷ മുഴുവൻ അനുഭവിക്കുന്ന മനുഷ്യരോട് അള്ളാഹു പറയുന്നത് എന്താണെന്നറിയുമോ? ഫദൂഖൂ, നിങ്ങൾ അനുഭവിച്ചുകൊള്ളുക. അവർക്ക് സാന്ത്വനത്തിന്റെ വാക്കുകളില്ല, അവർക്ക് സമാധാനമില്ല, ശാന്തിയില്ല. അവരോടല്ല പറയുന്നത് എന്താണ്? ഫദൂഖൂ, നിങ്ങൾ അനുഭവിച്ചുകൊള്ളുക. ബിമാ നസീതും ലിഖാ യൗമികും ഹാദാ, ഇന്നേ ദിവസത്തെ കണ്ടുമുട്ടുന്നതിനെ കുറിച്ച് നിങ്ങൾ മറന്നതുപോലെ. നമസ്കാരം ഒഴിവാക്കുമ്പോ, സമ്പാദ്യം സമ്പാദിക്കുമ്പോ, അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയമെത്തുമ്പോ, കുടുംബ ബന്ധങ്ങളുടെ വിഷയമെത്തുമ്പോ ഇങ്ങനെ ഒരു നരകം കണ്ടുമുട്ടേണ്ടി വരുമെന്നുള്ള ചിന്തയൊക്കെ നിങ്ങൾ പാടെ മറന്നതുപോലെ, ഇന്നാ നസീനാകും, ഞാനിതാ നിങ്ങളെയും മറന്നിരിക്കുകയാണ്, ഞാനിതാ നിങ്ങളെ വിസ്മരിച്ചിരിക്കുകയാണ്. ഫദൂഖുൽ അദാബ് ഫദൂഖു ബിമാ ഫദൂഖുൽ അദാബൽ ഖുൽദി ബിമാ കുൻതും തഅമലൂൻ. നിങ്ങളുടെ പ്രവർത്തനം കാരണം അനശ്വരമായ ശിക്ഷ നിങ്ങളിങ്ങനെ അനുഭവിച്ചുകൊണ്ടേയിരിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, ആ നരകത്തിൽ ചില ആളുകളുണ്ട്. ആ ആളുകളോട് ചോദിക്കപ്പെടുന്നത് എന്താണെന്ന് അറിയുമോ? അവരായിരുന്നു ചില വലിയ പുരോഗമനവാദികൾ, വലിയ ശാസ്ത്രജ്ഞന്മാരായിരുന്നു, വലിയ യുക്തിവാദികളായിരുന്നു. ഈ പറയുന്ന നരകവും സ്വർഗവും എല്ലാം കെട്ടുകഥകളാണെന്ന് ആളുകളോട് പറഞ്ഞവരായിരുന്നു. ആളുകളെ അത്തരത്തിൽ ഒരുപാട് വഴിതെറ്റിച്ചവരായിരുന്നു.
അവരെങ്ങനെയാ നരകത്തിന്റെ അദാബ് അനുഭവിക്കുമ്പോ, നരകത്തിന്റെ ശിക്ഷ അനുഭവിക്കുമ്പോ അവരോടവിടെയുള്ള മലക്കുകൾ ചോദിക്കുകയാണ്, അഫസിഹ്റുൻ ഹാദാ അം അൻതും ലാ തുബ്സിറൂൻ, ഇത് മായയാണോ, ഇത് കെട്ടുകഥയാണോ, നിങ്ങൾ പറഞ്ഞതുപോലെ അസാത്തീറുൽ അവ്വലീനാണോ, മുൻഗാമികളുടെ ഐതിഹ്യം മാത്രമാണോ ഇത്? അം അൻതും ലാ തുബ്സിറൂൻ, അതല്ല ഈ നരകത്തെ നിങ്ങൾ ഇനിയും കാണുന്നില്ല എന്നുണ്ടോ, നിങ്ങൾ ഇനിയും അനുഭവിക്കുന്നില്ല എന്നുള്ള ഒരു പരിഹാസമാണ്. എന്നിട്ട് അവരോട് പറയുകയാണ്, ഇസ്ബിറൂ, നിങ്ങൾ ക്ഷമിക്കുക, ഔലാ തസ്ബിറൂ, അല്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാതിരിക്കുക, സവാഉൻ അലൈക്കും, രണ്ടും നിങ്ങൾക്ക് കണക്കാണ്, ക്ഷമിച്ചാലും ക്ഷമിക്കാതിരുന്നാലും നിങ്ങൾക്ക് കണക്കാണ്. ഇന്നമാ തുജ്സൗന മാ കുൻതും തഅമലൂൻ, നിങ്ങൾക്ക് നൽകപ്പെടുന്നത് നിങ്ങൾ പ്രവർത്തിച്ചതിനുള്ള ശിക്ഷ മാത്രമാണ്, അദാബ് മാത്രമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ നരകവാസികളതാ നരകത്തെ കാക്കുന്ന മലക്കിനെ അവസാനത്തെ ശ്രമം ഒന്നോണം വിളിച്ചു നോക്കുകയാണ്. വനാദൂ യാ മാലിക്, ആ മലക്കിന്റെ പേര് മാലിക് എന്നാണ്. വനാദൂ യാ മാലിക്, അല്ലയോ മാലിക്കേ, ഇഖ്ദി അലൈനാ റബ്ബുക്, ഞങ്ങളെ ഒന്ന് കൊന്നു തരാൻ അങ്ങയുടെ രക്ഷിതാവിനോട് പറയുമോ? ഞങ്ങൾക്ക് മോചനം വേണ്ട, ഞങ്ങൾക്ക് ഭക്ഷണം വേണ്ട, ഞങ്ങൾക്ക് വെള്ളം വേണ്ട, ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾക്കൊന്ന് മരിച്ചാ മതി, ഈ അസ്തിത്വത്തെ തന്നെ ഞങ്ങൾ ഭയപ്പെടുന്നു, ഞങ്ങൾ ഇതാ വെറുക്കുകയാണ് ഞങ്ങളെ തന്നെ. ആ സമയത്ത് ആ മലക്കിന്റെ മറുപടി എന്താണ്? ഖാല ഇന്നകും മാകിസൂൻ, മരണം നിങ്ങൾക്കിനിയില്ല, നിങ്ങൾക്ക് മരിക്കാൻ കഴിയില്ല. എന്തൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ അതെല്ലാം സിദ്നാഹും അദാബൻ ഫൗഖൽ അദാബി ബിമാ കാനൂ യുഫ്സിദൂൻ, അവർ ഫസാദ് ഉണ്ടാക്കിയത് കാരണം അദാബിന്റെ മുകളിൽ അദാബ് കൊടുത്തുകൊണ്ട് അല്ലാഹു അവരെ പരീക്ഷിക്കുകയാണ്, അല്ലാഹു അവരെ ശിക്ഷിക്കുകയാണ്. അവരതാ സ്വർഗ്ഗവാസികൾ വിളിച്ചു നോക്കുന്നു. വനാദാ അസ്ഹാബുൻ നാരി അസ്ഹാബൽ ജന്ന അൻ അഫീദു അലൈനാ മിനൽ മാ ഔ മിമ്മാ റസഖകുമുല്ലാഹ്, ആ സ്വർഗ്ഗത്തിൽ അവരുടെ പരിചയക്കാരുണ്ട്, അവരുടെ കൂട്ടുകാരുണ്ട്, അവരുടെ നാട്ടുകാരുണ്ട്, അവരുടെ സ്വന്തം മക്കൾ തന്നെ ഒരുപക്ഷെ ഉണ്ട്, അവരുടെ ഭാര്യമാരുണ്ട്, അവരുടെ ഭർത്താക്കന്മാരുണ്ട്, അവരുടെ ഉറ്റമിത്രങ്ങളുണ്ട്, ആത്മമിത്രങ്ങളുണ്ട്. ആ സ്വർഗ്ഗവാസികളെ വിളിച്ചുകൊണ്ട് അവർ പറയുകയാണ്, അഫീദു അലൈനാ മിനൽ മാ ഔ മിമ്മാ റസഖകുമുല്ലാഹ്, അല്ലാഹ് നിങ്ങൾക്ക് തന്ന എണ്ണമറ്റ പാനീയങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ജലത്തിൽ നിന്ന്, വെള്ളത്തിൽ നിന്ന്, കുടിവെള്ളത്തിൽ നിന്ന് കുറച്ച് ഞങ്ങൾക്ക് തരാൻ സാധിക്കുമോ എന്ന് അവരതാ യാചിക്കുകയാണ്. ദുനിയാവിലെ പ്രതാപികളായിരുന്നു, ദുനിയാവിലെ പ്രമാണിമാരായിരുന്നു, എന്ത് പറഞ്ഞാലും കർണപുടങ്ങളുടെ മണ്ഡലങ്ങളിലകത്തേക്ക് പ്രവേശിച്ച് ഹൃദയത്തിൽ തട്ടാത്തവരായിരുന്നു, അഹങ്കാരികളായിരുന്നു. ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി നരകത്തിൽ നിന്ന് യാചിക്കുകയാണ്. അവരോട് പറയപ്പെടുകയാണ്, ഖാലൂ ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ, ഈ സ്വർഗമെന്ന നരകമെന്ന യാഥാർത്ഥ്യത്തെ നിഷേധിച്ചു തള്ളിയ ആളുകൾക്ക് അല്ലാഹു ഇന്നെല്ലാം നിഷേധിച്ചിരിക്കുകയാണ്, അല്ലാഹു ഇന്നെല്ലാം ഹറാമാക്കിയിരിക്കുകയാണ്. അല്ലദീന ഇത്തഖദൂ ദീനഹും ലഹുവൻ വലഇബാ, അവരുടെ പ്രത്യേകത എന്താണ്? അവരവരുടെ മതത്തെ നേരം പോക്കായി കളിയായി സ്വീകരിച്ചു. അവർ മതമുള്ളവരാണ്, നിസ്കരിക്കുന്നവരാണ്, നോമ്പെടുക്കുന്നവരാണ്, സംഘടനയിലുള്ളവരാണ്, പള്ളി കമ്മിറ്റിയിലുള്ളവരാണ്. പക്ഷെ അവർക്ക് കേവലം നേരം പോക്ക് മാത്രമായിരുന്നു. അവരുടെ ഈമാൻ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, വഗറത്ഹുമുൽ ഹയാത്തുദ് ദുനിയാ, ദുനിയാവിലെ ജീവിതം അവരെ വഞ്ചിക്കുകയും ചെയ്തു. ഫല്യൗമ നൻസാഹും കമാ നസൂ ലിഖാഅ യൗമിഹിം ഹാദാ, അതുകൊണ്ട് അല്ലാഹ് പറയുന്നു, ഇന്നേ ദിവസത്തെ നിങ്ങൾ മറന്നതുപോലെ ഞാനിതാ നിങ്ങളെയും മറക്കുകയാണ്, ഞാനിതാ നിങ്ങളെയും വിസ്മരിക്കുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. പ്രിയപ്പെട്ടവരെ, ആ ഭയാനകമായ നരകത്തിൽ നിന്ന്, അല്ലാഹുവിന്റെ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ശിക്ഷയിൽ നിന്ന്, ഒരിക്കലും അവസാനിക്കാത്ത അദാബിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടിയാണ് നാം നമ്മുടെ നിലപാട് നേരെയാക്കേണ്ടത്, നാം നമ്മുടെ വിശ്വാസം നേരെയാക്കേണ്ടത്. ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ മുഴുവൻ വിശ്വാസത്തിൽ നിന്ന് പറിച്ചെറിഞ്ഞ് ആ വിശ്വാസത്തെ കളങ്കമില്ലാത്ത, പോരായ്മ
പോരായ്മയില്ലാത്ത ഒന്നായി കാത്ത് സംരക്ഷിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിൽ ദുൽമ കലരാത്ത ഭാഗ്യവാന്മാരുടെയും ഭാഗ്യവതികളുടെയും കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, നിന്റെ മുവഹിദുകളായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുകയും മരണത്തിന്റെ സമയത്ത് നാവ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്ന, ഉച്ചത്തിൽ പറയുകയും ചെയ്യുന്ന ഭാഗ്യവാന്മാരുടെയും ഭാഗ്യവതികളുടെയും കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. അല്ലാഹുവേ, കറാമത്തിന്റെ പേരിലും മുഅ്ജിസത്തിന്റെ പേരിലും ജൂതകുബുദ്ധികളുടെ നിഴലായി പ്രവർത്തിക്കുന്ന ആളുകൾ ഈ ഉമ്മത്തിനെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവേ, ഇതിലെ യുവാക്കളെയും യുവതികളെയും അവരുടെ യഥാർത്ഥ അഖീദ കൃത്യമാക്കിക്കൊണ്ട് അവരെ നീ സംരക്ഷിക്കണേ അല്ലാഹ്. ഫലസ്തീനിൽ പീഡനവും അവകാശ നിഷേധവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർക്ക് നീ സംരക്ഷണം നൽകണേ അല്ലാഹ്. മസ്ജിദുൽ അഖ്സായിൽ ഈ മരണത്തിന് മുന്നേ ആത്മാഭിമാനത്തോടെ ഒരു സുജൂദ് ചെയ്യാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ റബ്ബേ. പൂർണ്ണ മുവഹിദുകളായ മുസ്ലിങ്ങളുടെ കയ്യിലേക്ക് അവരുടെ പൂർണ്ണാധികാരത്തിൽ മസ്ജിദുൽ അഖ്സ അതിന്റെ അധികാരം നീ ഏൽപ്പിക്കുകയും ചെയ്യണേ അല്ലാഹ്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين. والسلام عليكم ورحمة الله.